നമസ്കാരം. കഴിഞ്ഞ ദിവസം യു കെയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കണമെന്നും അവിടെ തന്നെ PR എടുത്ത് ജോലി ചെയ്ത് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാ. ശിഷ്ടകാലം അവിടെ സന്തോഷമായി ജീവിക്കാൻ. അത് ആഗ്രഹിച്ച് വിദേശത്തേക്ക് കുടിയേറിയ യുവതി യുവാക്കളിൽ പലരും അനുഭവിക്കുന്ന പീഡനങ്ങളും യാതനകളും ചില്ലറയല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നോർത്തേൺ അയർലൻഡിൽ ഒരാൾ ജയിലിലായത്. സംഗതി ഭാര്യയെ തല്ലി എന്നതാണ്. വീട് പൂട്ടി പുറത്തുപോയി. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പോലീസ്, ബഹളം, പിന്നാലെ കൈവിലങ്ങ്, അറസ്റ്റ്, 1 മാസത്തിലേറെ നീളുന്ന ജയിൽവാസവും. ഇയാൾ കിടന്ന ജയിലിൽ 3 മലയാളികൾ കൂടി ഉണ്ടായിരുന്നത്രേ. പലരും പിന്നീട് ജാമ്യത്തിലിറങ്ങി. അപ്പോൾ യു കെയിൽ മാത്രം ആകെ ജയിലുകളിൽ ഇത്തരം കേസുകളിലായി എത്ര മലയാളികൾ ഉണ്ടാകും? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ലണ്ടനിലെ ഒരു തണുത്ത രാത്രി അയൽവക്കത്തെ മലയാളി വീട്ടിൽ നിന്ന് നിലവിളികൾ കേട്ട് ഇംഗ്ലീഷുകാർ ആരോ വിളിച്ചു പറഞ്ഞാണ് പോലീസ് എത്തുന്നത്. ഉയർന്ന വരുമാനമുള്ള UK പൗരത്വമുള്ള യുവാവ്. കൈവിലങ്ങുമായി ഇയാളെ പോലീസ് കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കുന്ന പറക്കമുറ്റാത്ത 4 കുരുന്നുകൾ. ഇവിടെ തകർന്നു പോകുന്നത് ഒരു കുടുംബം മാത്രമല്ല, കേരളത്തിൽ നിന്ന് നെയ്തുകൂട്ടി പെട്ടിയിലാക്കി UK എത്തിച്ച കുറെ സ്വപ്നങ്ങൾ കൂടിയാണ്. സമാന സംഭവം അടുത്തിടെ ഇംഗ്ലണ്ടിലെ ലിവർപൂളിനടുത്തുമുണ്ടായി. ഭാര്യ സ്ഥിരതാമസ വിസയിലാണ് താമസിക്കുന്നത്. ഭർത്താവിന് 1 വർഷം കൂടി കാത്തിരിക്കണം സ്ഥിരതാമസ വിസയ്ക്ക്. 1ഉം 2ഉം പറഞ്ഞുടക്കിയപ്പോൾ ഭാര്യ ആത്മഹത്യാ ശ്രമം നടത്തി. കയ്യിൽ കത്തി വെച്ചു കുത്തി വരഞ്ഞു, ചോര കാട്ടി പേടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ അത് കണ്ടുനിന്ന ഭർത്താവ് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് കത്തി വാങ്ങി ഞരമ്പ് തന്നെ അങ്ങ് മുറിച്ചു കൊടുത്തു. മുറി രക്തക്കളമായതോടെ ഭയന്ന യുവതി ഭർത്താവിനോട് ആശുപത്രിയിൽ എത്തിക്കാൻ കേണു. സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കോളറിൽ പിടിച്ചു നിർത്തി ആംബുലൻസ് വിളിച്ചു വരുത്തിച്ചു. ഇതിനിടെ കുതറി രക്ഷപ്പെട്ട ഭർത്താവിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ ഹെലികോപ്റ്ററും എത്തി തിരച്ചിലിന് നേതൃത്വം നൽകി. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് കാര്യങ്ങളിൽ ട്വിസ്റ്റായത്. കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഭർത്താവിനെതിരെ മൊഴി നൽകരുതെന്ന് ചുറ്റുമുള്ളവർ ഉപദേശിച്ചു. മൊഴി മാറ്റിയത് കൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവായ ഇയാൾ പോലീസ് വിട്ടയച്ചതോടെ നാട്ടിലേക്ക് പോയി. കുടുംബത്തെ ഒന്നിപ്പിക്കാനാണ് ചുറ്റുമുള്ളവരുടെ ശ്രമം. ഇനി ഇതൊന്നും ആവർത്തിക്കില്ലെന്നും ആ പെൺകുട്ടി കൊല്ലപ്പെടില്ലെന്നും എന്തുറപ്പാണുള്ളതെന്ന ചോദ്യത്തിന് മാത്രം ആർക്കും മറുപടിയില്ല. ഏതായാലും ആ ബന്ധം അവിടെ അവസാനിച്ചു. എല്ലാവരും UK യിലേക്ക് പോകുന്നു. എന്നാൽ നാട്ടിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ച് UK യിലേക്ക് വെച്ച് പിടിച്ചേക്കാമെന്ന് കരുതിയാണ് കോട്ടയം സ്വദേശി ഭാര്യയെ UK യിലേക്ക് സ്റ്റുഡൻറ് വിസയിലേക്ക് കയറ്റിവിടുന്നത്. സാമ്പത്തികമായി കാര്യമായ നിക്ഷേപം ഇല്ലാത്തതിനാൽ രണ്ടുപേരും സ്വന്തം വീടുകളിൽ നിന്നും പരമാവധി ലോണൊക്കെ എടുപ്പിച്ചാണ് ആദ്യഘട്ട ഫീസ് അടച്ചതും ചെലവിനുള്ള പണം കാണിച്ചതും. ആദ്യം UK മാഞ്ചസ്റ്ററിൽ എത്തിയ ഭാര്യ താമസിക്കുന്നത് വിദ്യാർത്ഥികൾ മുറികൾ പങ്കുവയ്ക്കുന്ന വീട്ടിൽ. അപരിചിതരുമായുള്ള അകലം പതുക്കെ ഇല്ലാതായപ്പോൾ 30 കടന്നിട്ടില്ലാത്ത യുവതി എത്തിയത് മറ്റൊരു ലോകത്ത്. ഭർത്താവും മക്കളും എല്ലാമായുള്ള കഷ്ടപ്പെട്ട ജീവിതത്തെക്കാൾ ആഘോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് വഴുതി വീണു. മദ്യപാനം, ലഹരി, ജീവിതം തന്നെ പുതിയ ലോകത്തിലേക്ക്. ഭർത്താവ് എത്തിയപ്പോൾ ഭാര്യയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ടു പകച്ചു. കാര്യങ്ങൾ വാക്കുതർക്കങ്ങളിൽ നിന്ന് അടിപിടിയിൽ വരെ എത്തി. നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികം. കൂട്ടുകാരുടെ പിന്തുണ കൂടിയായതോടെ യുവാവിനെ പടിയടച്ച് പിണ്ടം വെച്ചു ആ യുവതി. കൊടും തണുപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയ രാത്രികൾ ഇന്നും യുവാവിന് പേടി സ്വപ്നമാണ്. ഓർക്കുമ്പോൾ ജയിലിൽ പോകാതെ നാട്ടിൽ തിരിച്ചെത്തിയത് ഭാഗ്യമെന്ന് കണക്ക് കൂട്ടുന്നു ആ യുവാവ്. എന്നാൽ അവൾ പറഞ്ഞത് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കണോ, ദോശ വേണോ, കറിക്കുള്ള പരിപ്പ് വെള്ളത്തിലിടണോ എന്നൊന്നും ആലോചിക്കാതെ സുഖമായി ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നുവെന്നാണ്. ഏകാന്തതയുടെ ദുഃഖവും മാറി മാറി വരുന്ന കാമുകന്മാരുടെ അവഗണനയുമെല്ലാം പിന്നീട് അവൾ തിരിച്ചറിഞ്ഞതും പങ്കുവച്ചു. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. അല്ലെങ്കിലും എനിക്ക് അവനോട് പ്രേമം തോന്നുന്നില്ല എന്ന ഒരു ന്യായവും.